അല്ല നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസത്യം പറയാതിരിക്കണം. അല്ല ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ കൊണ്ടല്ലേ ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് ഓണായിട്ട് ഞങ്ങള് പുറത്തു പോയിട്ട് നല്ലൊരു ഓണസദ്യ കഴിക്കാൻ പോവാ അല്ലെ ഇവാനെ? ചിക്കൻ സദ്യ, ചിക്കന് നല്ലൊരു ഓണായിട്ട് ബിരിയാണി വെച്ചടക്കൊക്കെ പഹയമാരെ. അങ്ങനല്ല, ഓണത്തിന് സദ്യ ചിക്കൻ ഉണ്ടാവൂല, സദ്യ ഉണ്ടാവൂല. നമ്മളെങ്ങോട്ടാ പോകുന്നത്? നമ്മള് സ്ഥിരം നമ്മള് ഫുഡ് കഴിക്കാൻ പോണ ഒരു സ്ഥലം. അവിടെ 28 വിഭവങ്ങൾ എഴുതി കാണിച്ചിട്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ അവിടെ പോയി നോക്കി വെക്കാം എന്താ രസം ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത്. ഇതൊരു പരസ്യം ചെയ്യേണ്ട ഒന്നല്ല, ഞങ്ങളവിടെ കണ്ടപ്പോ അവിടെ പോയി കഴിക്കാന്ന് വിചാരിച്ചത്രോ. പോയി നോക്കി വെക്കാം, അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. നമ്മളെന്താ കഴിക്കാൻ പോണേ? എന്താ പറയടാ, എന്താ കഴിക്കുക? ബിരിയാണിയെ കഴിക്കുക, സദ്യ കഴിക്കുക? ചിക്കൻ ബിരിയാണി. സദ്യ, ഓണമായിട്ട് സദ്യ കഴിക്കുക. പാട്ടുണ്ട് എനിക്കറിയോ? ഓണം വന്നല്ലോ പഴത്ത് കഴിക്കാൻ തുടങ്ങിയല്ലേ? ഇതെന്താ പരിപാടി? കല്യാണം? ചിക്കനാണ് മനസ്സിൽ ധരിച്ചിട്ട് പപ്പടം കഴിക്കണത് ഇവാന്. ജസ്ന, സദ്യയുടെ അഭിപ്രായം രസമുണ്ടാ? സൗദിയിൽ മുതൽ സദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കറിപ്പോട്ടിൽ നിന്ന് ഫുഡ് കഴിച്ച് സദ്യ കഴിച്ചില്ലേ? കഴിച്ച് കൊണ്ടുപോവാം. ഇവാనికి ചിക്കൻ ഇല്ലാത്തതിന്റെ ഒരു വിഷമമുള്ളൂ. പക്ഷെ ഞങ്ങള് ഫുഡ് കഴിച്ചിറങ്ങി ഇന്നിപ്പോ വണ്ടി കയറിയിട്ടാണ് റിവ്യൂ പറയുന്നത്. ഇന്നത്തെ സദ്യനെ പറ്റിയിട്ട് പറയാം. അടിപൊളി സദ്യയായിരുന്നു. എന്തെന്റെ അഭിപ്രായം? മനസ്സിലായില്ല. അക്കെട്ടെടുത്ത് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് തൃപ്തിയായി കുട്ടിക്ക്. അത് കാരണം എന്തൊരു 30 കുട്ടി പറയുന്നത് എക്കെട്ടെടുത്ത് എന്നാ പറഞ്ഞത്. ഞാൻ ആരും മനസ്സിലായില്ല കേട്ടോ. കഴിച്ചതൊക്കെ അടിപൊളിയായിരുന്നു അവൻ പറഞ്ഞല്ലേ. ഫുഡ് നന്നായിട്ടുണ്ട് കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് പറയാനുള്ളത് ഇവാന്? പറഞ്ഞോ. ബൈ ബൈ. ഞങ്ങൾക്ക് പായസം മുതൽ കൊണ്ടുപോകാൻ പാർസൽ വന്നിട്ടുണ്ട്. 3 തരം പായസം ഉണ്ട്. റൂമിൽ കൊണ്ടുപോയി ഇന്ന് കുടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബായ്, അടുത്ത വീഡിയോ കാണാം.